ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല പ്രാവശ്യവും ഉണ്ടാക്കണമെന്ന് കരുതി മാറ്റി വെച്ച ഒരു റെസിപ്പിയാണ് ഇത്. ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാനുള്ള കാരണം എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ക്രഷും ഫില്ലിങ്സും ഒക്കെ തീർന്നു. അപ്പം ഇനി കുറച്ച് ബ്ലൂബെറി വാങ്ങിയിട്ട് അതിൻ്റെ ക്രഷും ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചൊരു റെസിപ്പിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇന്നലെ പെട്ടെന്ന് എനിക്ക് ഒരു 8 മണിയായപ്പോൾ എനിക്ക് ഒരു ഓർഡർ വന്നു ബ്ലൂബെറി കേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇപ്രാവശ്യവും എനിക്ക് ഈ കുട്ടിയെ അറിയില്ല. ഇതും എൻ്റെ റിലേറ്റീവായ സൂര്യ ഏർപ്പാട് ചെയ്ത ഒരു കേക്കാണ്. അപ്പം ഇത് രണ്ടാമത്തെ കേക്കാണ്. ആൾക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ കേക്കാണ്. ആദ്യം ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കൊടുത്തു, ഇത് രണ്ടാമത്തെ കേക്കാണ്. അപ്പം ഈ രാത്രി 8 മണിക്കൊക്കെ ഞാൻ ഈ ബ്ലൂബെറി എവിടെ പോയി തപ്പാനാണ്. ഇതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടൊപ്പിച്ച് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര മതി. ഇപ്പോൾ ഇത് മതി. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും 2 മുട്ടയും. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. പിന്നെ 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ. പിന്നെ നമ്മുടെ വാനില എസൻസ്. പിന്നെ വേണ്ടതാണ് ബ്ലൂബെറിയുടെ ക്രഷ്. അപ്പോൾ എൻ്റെ ഞാൻ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സൊക്കെ തീർന്നു പോയി. അപ്പോൾ ഞാനിപ്പോൾ ക്രഷാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് പാല്. ഇനി ഞാൻ പറയുന്ന പോലെ തന്നെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ, നമ്മളൊരു സീവറിൽ മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് ഒരു 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് എപ്പോഴും പറയുന്നതാണ്, ഇതൊന്നും ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്. മാവ് ഇടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കേക്ക് ടിന്നാണ് ആവശ്യം. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഓയിലൊക്കെ തൂത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാവേ. ഇതൊന്ന് കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അതവിടെ ഇരുന്നോട്ടെ. ഞാനിപ്പോൾ 2 മുട്ട എടുത്ത് ഇതൊന്ന് സ്റ്റാൻഡ് മിക്സറിലോട്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് തലേദിവസം 8 മണിക്ക് രാത്രി എനിക്ക് കിട്ടിയ ഒരു ഓർഡറാണ്. പിറ്റേ ദിവസം എനിക്ക് കൊടുക്കാൻ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുകയാണ് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒന്ന് ബീറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റാൻഡ് മിക്സറിലായതുകൊണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇടുകയാണ് കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ബീറ്റായി വന്നപ്പോഴത്തേക്കും ഞാനിപ്പം പഞ്ചസാര ചേർക്കുകയാണ്. അതുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അല്പം ഒന്ന് സ്പീഡും ഒന്ന് കൂട്ടിയിട്ടുണ്ട്. എഗ്ഗ് ഈ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഞാനൊന്ന് ഓയിലൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 30 സെക്കൻഡ് മാത്രമേ ബീറ്റ് ചെയ്യാവൂ കേട്ടോ. നമ്മുടെ ബീറ്റിങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡ് മിക്സറിലാണെങ്കിലും നമ്മുടെ അല്ലാതാണെങ്കിലും ഈ ഒരു സ്റ്റേജാണ് എപ്പോഴും നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് കേട്ടോ. ഈ ഒരു സ്റ്റേജ് റെഡിയായാൽ നമ്മുടെ കേക്ക് എപ്പോഴും റെഡിയായി കിട്ടും കേട്ടോ. ഇനി നമുക്കൊന്ന് ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ബ്ലൂബെറി കേക്കാണല്ലോ, അപ്പോൾ ഞാൻ പാലിൽ 1 ടേബിൾ സ്പൂണ് ബ്ലൂബെറിയുടെ ക്രഷ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി സാധാരണ പോലെ തന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഇപ്പം 1/3 ഞാൻ മാവിൻ്റെ 1/3 ഇപ്പോൾ ഞാൻ പതിയെ ഒന്ന് ഇട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രഷ് ചേർത്ത് പാല് 2 പ്രാവശ്യമായിട്ട് അതിൽ പകുതി നമുക്കിപ്പോൾ ഒന്ന് ഒഴിക്കാം. അതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിലോട്ടൊന്നാക്കാം. വീണ്ടും അടുത്ത ബാച്ച് ഇടുകയാണ്. അതും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അടുത്തിനി നമുക്ക് പാല് ചേർക്കാം. അതായത് ബ്ലൂബെറിയുടെ പാല് ചേർക്കാം. അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ബ്ലൂബെറി ആയതുകൊണ്ട് തന്നെ കളറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം അല്പം പർപ്പിൾ കളറാണ് ചേർക്കുന്നത്. പർപ്പിളിൻ്റെ കൂടെ അല്പം ബ്ലാക്ക് കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്താണ് ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ബാച്ച് നമുക്ക് മാവും ഒരല്പം കളർ കൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ആ സ്പാച്ചിൽ കൊണ്ട് സൈഡിലൊക്കെ എല്ലാം ഒന്ന് ഒതുക്കിയെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ച് കേക്ക് ടിന്നിലോട്ടൊന്ന് പതിയെ ഒന്ന് ഒഴിക്കണം കേട്ടോ. ഒഴിച്ചിട്ട് 5-6 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്ത് നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ടൊന്ന് വയ്ക്കുക. ഒരു 35 മിനിറ്റ് ഒന്നും ആയിട്ടുണ്ട്. 2-3 സൈഡിൽ നിന്ന് ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗം ഈവനായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതവിടെ ഒന്ന് ഇരുന്ന് തണുക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കൊരു സിറപ്പൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായി ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. 1/4 കപ്പ് ആയതുകൊണ്ട് 2 പ്രാവശ്യം ഒഴിച്ചത്. അതിന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു നുള്ളു ഉപ്പൊന്ന് ചേർക്കാമേ. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആയിട്ടുണ്ട്. അതവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ കേക്കൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. പതിയെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടിവെച്ചിട്ട് പതിയെ ഒന്ന് ഡിമോൾഡ് ചെയ്യാം കേട്ടോ. പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അടിയൊന്നും പിടിക്കാതെ കറക്റ്റാണ് വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്. ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കണം.
അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയും 5-6 ചെറിയും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു കണക്കേ ആകാവൂ കേട്ടോ. അതുകൂടെ ഒന്ന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു കണക്കേ ആകാവൂ, അരഞ്ഞു പോകരുത്. അതായത് മിക്സിയുടെ ജാറിട്ട് ഒരു പൾസിട്ട് അങ്ങോട്ട് ഒരു 2-3 പ്രാവശ്യം പൾസ് അടിച്ചാൽ മതി, ശരിയാകും. ഇനി അതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്, വേറൊരു പാത്രത്തോട്ട് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പം ഒരു 1/4 കപ്പോളം ക്രഷ്, ഇപ്പം ഞാൻ ബ്ലൂബെറിയുടെ ക്രഷ് അതാണ് അതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെച്ച ബ്ലൂബെറിയുടെ ഫില്ലിങ്സൊക്കെ തീർന്നു പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അത് കഴിഞ്ഞ സീസണിൽ ചെയ്തപ്പോൾ തന്നെ തീർന്നു. പിന്നെ ഞാൻ അങ്ങനെ ഓർഡറൊന്നും വരാത്തതുകൊണ്ട് ഉണ്ടാക്കി വെച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ രാത്രി 8 മണിക്ക് വന്നിട്ട് ഞാൻ എവിടെ ചെന്ന് ബ്ലൂബെറി കണ്ടുപിടിക്കാനാണ്. നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണ് ക്രഷ് ഇവിടെ അതിൽ ചേർക്കുന്നുണ്ട്. ബ്ലൂബെറിയുടെ ക്രഷ് ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ എല്ലാം ആയിട്ടുണ്ട്, ഫില്ലിംഗ് ആയിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് 3 ഒന്ന് ലെയർ ചെയ്യാം. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 3 ലെയർ തന്നെ എടുക്കുന്നത് കേട്ടോ. തൊടുമ്പോൾ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 3 ഈ ഒരു കണക്കിന് 3 ഈ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ 3 ലെയറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 3 ലെയറും ഒന്ന് ഈ നമ്മൾ ബ്ലൂബെറി ചേർത്ത സിറപ്പുണ്ടല്ലോ അത് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബ്ലൂബെറിയുടെ ക്രഷും ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കുന്ന കാണിക്കാവേ. അപ്പോൾ ഇനി ഒരു സ്റ്റാൻഡ് മിക്സറിൽ ഞാനിപ്പം 1/2 കപ്പ് whipping ക്രീം ഒന്ന് ഒഴിക്കുകയാണ് കേട്ടോ. ഒഴിച്ചാൽ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന സമയം 11 മണിയായി. ക്രീം ഇവിടെ നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കണക്കാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരുന്നാൽ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിങ്ങിൻ്റെ എല്ലാ ഐറ്റങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു സ്ക്വയർ ബോർഡ് ഒന്ന് വെച്ചിട്ട് അധികം ഒന്ന് അതിലൽപ്പം ക്രീം ഒന്ന് നിരത്താം. അതിലേക്ക് ഇനി ഫസ്റ്റ് ലെയർ ഒന്ന് വയ്ക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് എപ്പോഴും വയ്ക്കുന്നത് ഈ നടുകിലത്തെ രണ്ടാമത്തെ ലെയറാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. നടുകിലത്തെ ലെയർ അത് വെച്ചാൽ കുറച്ച് നിരപ്പായിരിക്കും. അതിലേക്ക് ഇനി നമുക്കൊന്ന് ക്രീം ഒന്ന് നിരത്തിയിട്ട് ഈ ചുറ്റുമൊക്കെ ഒന്ന് എപ്പോഴും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാൻ എളുപ്പമായിരിക്കുള്ളൂ കേട്ടോ. ഇനി ഞാൻ ക്രഷ് ചേർക്കുകയാണ്. ക്രഷ് ഞാനിപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ച ചെറിയ ക്രഷാണ് ചേർക്കുകയാണ്. അതൊന്ന് നിരത്തിയ ശേഷം നമ്മൾ ആ ഫില്ലിങ്സ് ഉണ്ടല്ലോ, നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടിയുടെ ഫില്ലിങ്സ് അതുകൂടെ ഒന്ന് അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇട്ടത്. അതുകൂടെ ഇട്ട് പിന്നെ മേളിലൊന്ന് അല്പം മിൽക്ക് മേഡോടെ ഒന്ന് തൂകിയിട്ട് ഞാനിപ്പം രണ്ടാമത്തെ ലെയർ വയ്ക്കുകയാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ക്രീം ഒന്ന് നിരത്തി സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ചുറ്റി എപ്പോഴും ഒന്ന് റെഡിയാക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ തന്നെ ക്രഷ് ഒന്ന് ഇടുകയാണ്. ക്രഷ് ഒന്ന് നിരത്തിയ ശേഷം അല്പം മിൽക്ക് മേഡോടെ അല്പം ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ മറ്റേ ഫില്ലിങ്സ് ഉണ്ടല്ലോ, നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടിയുടെ ഫില്ലിങ്സ് കംപ്ലീറ്റും, അതായത് 2 പാർട്ടായിട്ടാണ് വെച്ചത്. അത് രണ്ടാമത്തെ പാർട്ട് ഇപ്പോൾ മുഴുവനൊന്ന് അതിലോട്ട് ചേർത്ത് മിൽക്ക് മേഡോ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് നന്നായിട്ട് ഒന്ന് റെഡിയാക്കി അടുത്ത 3ാമത്തെ ലെയർ ഞാനിപ്പോൾ വയ്ക്കുകയാണ്. അതുകൂടെ വെച്ച് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് രാത്രി ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി രാവിലെയാണ് ഇതിൻ്റെ ബാക്കി പണികൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അടുത്തിനി ഫൈനൽ കോട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ക്രീമൊക്കെ ഒന്ന് മേളിലും ടോപ്പിലൊക്കെ നിറയെ ഒന്ന് ഇട്ടിട്ട് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ക്രീമൊക്കെ നേരത്തെ ഞാൻ തലേ ദിവസം തന്നെ നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിരുന്നു. കുറച്ചുകൂടെ എനിക്ക് ആവശ്യം വന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് രാത്രി തന്നെ അടിച്ച് വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ. ഏകദേശം ഇവിടെ ഫിനിഷായി വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഏകദേശം നമ്മളായിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് വെച്ച് നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ഫിനിഷോടെ കിട്ടും. ഞാനിവിടെ അത്യാവശ്യം അതൊന്ന് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പ് കൂടെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒന്ന് ബോർഡർ ഡിസൈൻ നമുക്ക് കൊടുക്കാനുണ്ട്. ഇതുപോലത്തെ ഒരു സ്ക്രേപ്പർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചാൽ മതി, നമുക്ക് ബോർഡർ ഡിസൈൻ റെഡിയാവും. കേക്കിൻ്റെ മീതെ ഒഴിക്കാനായിട്ട് ഒരു ഗ്ലേസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂണ് ബ്ലൂബെറിയുടെ ക്രഷും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാനിൽ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം എന്ന് വെച്ചാൽ എൻ്റേത് ക്യാമറ ഒന്ന് കട്ടായി പോയി കേട്ടോ അത് എടുത്ത സമയം. ഇനി ഇതിലേക്ക് അല്പം കളറൂടെ ഞാൻ ചേർക്കുകയാണ്, പർപ്പിൾ കളർ ചേർക്കുകയാണ്. ആവശ്യത്തിന് കളറൂടെ ചേർത്ത് ഈ ഒരു കണക്കിന് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് ഫ്രൂട്ടിൻ്റെയും നമുക്ക് ഗ്ലേസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വെളിയിൽ നിന്നൊന്നും കെമിക്കലിട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇതുപോലെ പെർഫെക്റ്റായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഈ ഒരു കണക്കൊന്ന് കുറുക്കിയെടുക്കണേ.
അപ്പം കേക്ക് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. പക്ഷേ ഗ്ലേസിന് ഒരു ചെറിയ ചൂട് വേണം കേട്ടോ. അങ്ങ് ഭയങ്കരമായിട്ട് തണുക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. കേക്ക് നന്നായിട്ട് ചിൽഡായിരിക്കണം. ഗ്ലേസിന് ഒരല്പം വാമ വേണം. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. എന്നിട്ട് ഇതിൻ്റെ മേലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്താൽ കണ്ടല്ലോ, ഇതായി കണ്ടല്ലോ. ഈ കണക്കാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഇതിൻ്റെ ഒരു കുറുക്ക് കണ്ടല്ലോ, ഈ കുറുക്കി എടുക്കുന്ന കണക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പതിയെ ഒന്ന് കഴിച്ച് നമുക്കൊന്ന് സ്പാച്ചില കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാലറ്റ് നൈഫ് ഇട്ട് ഒന്ന് പതിയെ ഒന്ന് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇപ്പോൾ കേക്കിൽ മൊത്തം നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഡ്രിപ്പ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ അങ്ങനെയല്ല, കേക്ക് ഒന്ന് ഫുള്ളൊന്ന് കവർ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ആ രീതിക്ക് അങ്ങനെയാണ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇനി ആ ബോർഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ഞാൻ പേര് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള പേര് ഒന്ന് എഴുതുകയാണേ. ഇനി ചുറ്റും ഒരു ബോർഡർ ഡിസൈൻ കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഏകദേശം കേക്കിൻ്റെ പണിയൊക്കെ ഏതായിട്ട് ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ 2 ഫ്ലവർ ഒന്ന് റെഡിയാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നമ്മൾ ഈ പൂവ് സാധാരണ ഒരു ആർട്ടിഫിഷ്യൽ പൂവ് എടുത്ത് വെക്കും പോലെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ചുറ്റും ഇത്തിരി ബീഡ്സൊക്കെ ഒന്ന് ഇട്ട്, ഷുഗർ ബീഡ്സൊക്കെ ഇട്ട് ഞാനൊന്ന് കേക്ക് അത്യാവശ്യം ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡിസൈൻ വർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്തോ. അപ്പം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും സമയത്തിന് മുന്നേ തന്നെ എനിക്ക് കേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി കേട്ടോ. അതാണ് വലിയൊരു ആശ്വാസം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.